നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എൻ്റെ നിശബ്ദത. കാസർഗോഡ് കളക്ടറേറ്റിലെ ജീവനക്കാരി ചെങ്കള സ്വദേശിനി ആശാലത ജീവനൊടുക്കുന്നതിന് മുൻപ് വാട്സാപ്പ് സ്റ്റാറ്റസായി പങ്കുവച്ച വരികളാണിത്. വെള്ളിയാഴ്ച രാവിലെയാണ് കളക്ടറേറ്റ് കോമ്പൗണ്ടിനകത്ത് ഐസ്ക്രീമിൽ എലിവിഷൻ ചേർത്ത് കഴിച്ച ആശാലതയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാവിലെയോടെ മരണം സംഭവിക്കുന്നു. അതിനിടെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന അവരുടെ മൊഴിയും അവസാന വാട്സാപ്പ് സ്റ്റാറ്റസും ചർച്ചയായിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ രാഷ്ട്രീയ ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളാകാം മരണത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. എലിവിഷം അകത്ത് ചെന്ന നിലയിൽ സ്വയം കാറോടിച്ച് ആശുപത്രിയിലെത്തിയ കാസർഗോഡ് കലക്ടറേറ്റിലെ യുഡി ക്ലർക്കായ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. ചെങ്കള അതിർക്കുഴിയിലെ ആശാലതയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മരിച്ചത്. കലക്ടറേറ്റിലെ എൻഡോസൾഫാൻ സെറ്റിലായിരുന്നു ജോലി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ആശാലത സ്വന്തം കാറോടിച്ച് ചെങ്കള സഹകരണ ആശുപത്രിയിലെത്തിയത്. വിഷം കഴിച്ചതായി ആശുപത്രി അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകി. തുടർന്ന് ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വൈകിട്ടോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം. സംഭവത്തിൽ ആശാലതയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന തരത്തിലുള്ള വിഷമം ഇവർ പങ്കുവച്ചിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇതിന്റെ കൃത്യമായ പശ്ചാത്തലവും കാരണങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവ ദിവസം ആശാലത വാട്സാപ്പിൽ പങ്കുവച്ച അവസാന സ്റ്റാറ്റസും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇടയിൽ ചർച്ചയായിട്ടുണ്ട്. നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എൻ്റെ നിശബ്ദത എന്നായിരുന്നു സ്റ്റാറ്റസ്. ഈ വാക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നുവെന്നതിൽ വ്യക്തമായ നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പൂച്ചയുടെ ചിത്രം പശ്ചാത്തലമാക്കിയുള്ളതാണ് സ്റ്റാറ്റസ്. ആരെയെങ്കിലും ഉദ്ദേശിച്ചാണോ സ്റ്റാറ്റസ് പങ്കുവച്ചത്, അതോ അന്നത്തെ മാനസികാവസ്ഥയുടെ സ്വാഭാവിക പ്രകടനമായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാകേണ്ടത്. ആശാലത ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ടുള്ളതായി നിലവിൽ വിവരം ലഭിച്ചിട്ടില്ല. വെള്ളിയാഴ്ച രാവിലെ നെല്ലിക്കട്ടയിലെ ജിമ്മിൽ വ്യായാമത്തിനായി ആശാലത എത്തിയിരുന്നതായും വിവരമുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടിയ ആശാലത MA B.Ed ബിരുദധാരിയായിരുന്നു. ഭർത്താവ് അജയകുമാർ വിദേശത്താണ്. ഇവരുടെ സഹോദരൻ സുരേഷും 10 വർഷം മുൻപ് എലിവിഷം അകത്ത് ചെന്ന് മരിച്ചതായാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിനിടയിൽ നിർബന്ധ സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് ആശാലതയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം. അതേസമയം LDF സർക്കാരിന്റെ കാലത്താണ് ആശാലതയെ സെക്ഷൻ മാറ്റിയതെന്ന മറുവാദവുമായി മുഖ്യമന്ത്രി VD സതീശനും രംഗത്തെത്തി. സംഭവത്തിൽ ബന്ധുക്കളുടെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.